ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നത്. ഉച്ച മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും കഴിഞ്ഞ് പിന്നെ അടിച്ച് വാരൽ, അലക്കൽ അങ്ങനത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മറൂഫ് ഖാൻ്റെ 2 പാൻറ് ഷർട്ട് ഇസ്തിരി ഇട്ടിട്ട് അൽമാരയിൽ വെക്കട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ഇസ്തിരി ഇട്ടെല്ലാം കഴിഞ്ഞ് ആദ്യം ഞാൻ ഒരാഴ്ചത്തെല്ലാം ഇട്ട് വെക്കലാന്ന്. ഇപ്പോൾ പിന്നെ അങ്ങനെ ടൈമൊന്നും കിട്ടാത്തതുകൊണ്ട് 2 എണ്ണം അങ്ങനെയെല്ലാം ഇട്ട് വെക്കൽ. അങ്ങനെ ഇസ്തിരിയിടെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഈ റൂമെല്ലാം ഒന്ന് വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ റൂം വൃത്തിയാക്കുന്നത് ഫുള്ളായിട്ടൊന്നും എടുക്കുന്നില്ല, ചെറിയൊരു ഭാഗമായിട്ടേ എടുക്കുന്നുള്ളൂ. ഞാൻ ഈ ഒരു ടേബിൾ മാത്രമേ വൃത്തിയാക്കുന്ന കാണിക്കുന്നുള്ളൂ. പിന്നെ ഇത് തന്നെ ഞാൻ മൊത്തമായിട്ട് അങ്ങനെ വൃത്തിയാക്കുന്നില്ല. ഈ സാധനമെല്ലാം ഒന്ന് പുറത്തുള്ളതെല്ലാം അങ്ങനെ എടുത്ത് വെക്കൽ, ജസ്റ്റ് ഇവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നത് അത്രയേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം ഡെയിലി ചെയ്യുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഇങ്ങനെ പൊടിയെല്ലാം എന്തായാലും ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ റോഡ് സൈഡാണല്ലോ വീട്, അതുകൊണ്ട് പൊടിയെല്ലാം ഉണ്ടാവും. അങ്ങനെ പിന്നെ ഞാൻ റൂമെല്ലാം ഒന്ന് ജസ്റ്റ് വൃത്തിയാക്കി പിന്നെ ഇതാ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ചോറ് വെക്കുന്നില്ല കേട്ടോ, ഉച്ചയ്ക്ക് ചോറൊന്നും വെക്കുന്നില്ല. ഞാൻ പാസ്ത കുറച്ച് ബാക്കിയുണ്ടായിട്ട് ഇത് ഞാൻ മിഞ്ഞാന്ന് ഉണ്ടാക്കിയിട്ടില്ല, ആ ഒരു പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉച്ചക്ക് ഞാൻ ഇന്നലത്തെ കുറച്ച് നെയ്ച്ചോറ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിന് കറി വെക്കാൻ വേണ്ടിയിട്ട് ലേശം ബീഫ് വെള്ളത്തിലിട്ടിന്, അപ്പം ബീഫ് കറിയാണ് വെക്കുന്നത്. അപ്പോൾ കറി അടുപ്പത്തുണ്ട്. പിന്നെ ഇത് കല്ലുമ്മക്കായ്ക്ക് ഞാൻ പുതിർത്തിയാണ് കേട്ടോ അരി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാസ്ത ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ചോറ് വെക്കേണ്ട പാസ്ത ഞാൻ വേവിച്ച് വെച്ചിരുന്നു, കുറച്ച് വേവിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കി. പിന്നെ അതുപോലെ തന്നെ നെയ്ച്ചോറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒപ്പം കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ബീഫ് കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ ചിന്തിച്ച് ഇതിൽ നല്ലത് സാധാ ചോറും കറിയും തന്നെ ഉണ്ടാക്കലാന്ന്. ഇത് വല്ലാത്ത പണിയാണ് കേട്ടോ. ഇങ്ങനെ പാസ്ത നമ്മൾ വേവിച്ച് വെച്ചത് ഫ്രിഡ്ജിലുണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ നെയ്ച്ചോറ് മാത്രമല്ലേ ഉള്ളൂ, കറിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കറി ഉണ്ടാക്കി പാസ്ത എല്ലാം ഉണ്ടാക്കി. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും ചോറ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. പിന്നെ പാസ്ത മക്കൾ കണ്ടിട്ട് പിന്നെ അവർ അത് തന്നെയാണ് കഴിക്കുന്നത്, ഞാൻ പിന്നെ ചോറാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ ഒപ്പിക്കൽ പരിപാടി എന്ന് പറയുന്നത് വല്ലാത്ത പണിയാണ് കേട്ടോ. പിന്നെ എന്തായാലും എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കേണ്ടി വരും നമ്മൾ. പിന്നെ തലേന്ന് ഫുഡെല്ലാം ബാക്കിയായാലും പിന്നെ പിറ്റേന്ന് നമ്മൾ ഒപ്പിച്ചല്ലേ പറ്റൂ, അല്ലാണ്ട് നമ്മൾ വെറുതെ കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒപ്പിച്ചെടുത്തതാണ്. പിന്നെ എന്താ പറയുക, ഇന്നും ഞാൻ കല്ലുമ്മക്കായ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കല്ലുമ്മക്കായ ഉണ്ടാക്കിയിട്ടില്ല, അത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു റെസിപ്പി വെച്ചിട്ട് തന്നെയാണ്. പക്ഷേ ഇന്ന് ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിക്കുന്നുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റിനു. അപ്പോൾ ഇന്ന് പിന്നെ വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഈ ഒരു കല്ലുമ്മക്കായ ഉണ്ടാക്കുന്നതുകൊണ്ട് എന്താ പറയുക, നല്ലൊരു മസാല വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഏതായാലും നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. പിന്നെ നല്ല കല്ലുമ്മക്കായാണ് ഇന്ന് കിട്ടിയത്, നല്ല ഫ്രഷ് ആയിട്ടുള്ള കല്ലുമ്മക്കായാണ്. പിന്നെ വലിയ വൃത്തികേടും ഇല്ല, പിന്നെ അതുപോലെ നല്ല ഇറച്ചിയുണ്ട്, നമുക്ക് നാട്ടിൽ നിന്നെല്ലാം കിട്ടുന്ന പോലത്തെ നല്ല ഇറച്ചിയിലുള്ള കല്ലുമ്മക്കായാണ്. അങ്ങനെ കല്ലുമ്മക്കായെല്ലാം വൃത്തിയാക്കിയിട്ട് പിന്നെ ഞാനിതാ അരി കൂട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയാണ് എടുത്തത്, വലിയ ഉള്ളിയല്ല ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു ചെറിയ ഉള്ളി തന്നെ കൂട്ടണം നിർബന്ധമില്ല, വലിയ ഉള്ളി തന്നെ, വലിയ ഉള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അരിയിൽ ചേർക്കാം. പിന്നെ ഞാൻ ചെറിയ ഉള്ളി ചേർക്കാൻ പറയുന്നത് വെച്ചാൽ വറുത്തനോ ടേസ്റ്റ് കിട്ടുന്നുണ്ടാന്ന്. പിന്നെ കല്ലുമ്മക്കായ്ക്ക് വേണ്ടുന്ന അരി ഞാൻ നേരത്തെ പോത്തി വെച്ചിന്, അത് 1 ഗ്ലാസ് അരിയെ ഞാൻ പുതിർത്തി വെച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ കല്ലുമ്മക്കായ് ബാക്കിയുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് ചോറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിന്. അപ്പോൾ കല്ലുമ്മക്കായ് ചോറ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പിട്ടിന്, അതുകൊണ്ട് ഇന്നങ്ങനെ ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഞാനിതാ കല്ലുമ്മക്കായൻ്റെ അരിയിൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 8 അല്ലെ 10 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ അതിനോട് തന്നെ 2 പച്ചമുളക്. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചെറിയ ജീരകം, വലിയ ജീരകം. ചെറിയ ജീരകം 2 ടീസ്പൂണ്, വലിയ ജീരകം 3 ടീസ്പൂണ്. പിന്നെ വേണ്ട 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. എന്നിട്ട് ലേശം വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഈ തേങ്ങ അരച്ചെടുക്കുമ്പോൾ അങ്ങനെ ഫൈനായിട്ട് അരച്ചെടുക്കണ്ട, പിന്നെ നമ്മൾ പുയിങ്ങലോട്ടിക്കെല്ലാം തേങ്ങ ഒതുക്കിയെടുക്കുന്നില്ല അതുപോലെയാണ്. അങ്ങനെ കൂടുതൽ പിന്നെ മഷി പോലൊന്നും അങ്ങനെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാനിതാ തേങ്ങയുടെ അരച്ചെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ ഞാൻ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടൊന്നുമില്ല. നമ്മൾ അരി പിന്നെ കല്ലുമ്മക്കായ്ക്ക് എങ്ങനെ അരക്കുന്നത് അതുപോലെ തന്നെ തേങ്ങയെ അരച്ചെടുക്കാൻ നോക്കാം കേട്ടോ. കുറച്ച് നുറുക്കുപോലായിട്ട് ഇനി നമുക്ക് ഈ മിക്സിൻ്റെ ജാറിൽ തന്നെ അരി ഇട്ട് കൊടുക്കാം. അരിയിലിപ്പോൾ ഞാൻ വേറെ മസാല ചേർക്കുന്നില്ല, വെറും അരി മാത്രമാണ്. ഇനി അരി പിന്നെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം, ലേശം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം.
അരി അരക്കുമ്പോൾ ഇതുപോലെ തന്നെ നല്ല നുറുക്കോട് കൂടിയിട്ട് തന്നെ അരച്ചെടുക്കാൻ നോക്കാം. അങ്ങനെയാണിതാ അരിയും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അരിപ്പൊടിയും ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ നമ്മൾ അരി ഇങ്ങനെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നുറുക്കോടെ അരച്ചെടുക്കുമ്പോൾ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് കുഴക്കുന്ന സമയത്ത് നമുക്ക് നാട്ടിൽ നിന്ന് അമ്മിമെന്നെല്ലാം ഇറക്കുന്നില്ല, അതുപോലെ തന്നെ ആയിട്ട് കിട്ടും. നേരെ മറിച്ച് പിന്നെ നമ്മൾ അരി അരക്കാണ്ട് നേരിട്ട് പിന്നെ അരിപ്പൊടി മാത്രം ഇട്ട് കൊടുക്കുമ്പോൾ കല്ലുമ്മക്കായ്ക്ക് അത്ര ഇത് കിട്ടില്ല. നമ്മൾ എന്താ പറയുക, അമ്മിമെന്ന് അരച്ച ആ ഒരു ഇത് കിട്ടില്ല, കഴിക്കാനും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നല്ല നുറുക്കോട് കൂടിയിട്ട് തന്നെയാണ് ഇപ്പോൾ അരി അരച്ചെടുത്തത്. ഇങ്ങനെ നമ്മൾ അരി പൊതിർത്തിയിട്ട് പിന്നെ അരി അരച്ചിട്ട് അതിലേക്ക് പൊടി ഇട്ടിട്ട് മിക്സായി കൊടുത്താൽ നമുക്ക് പിന്നെ അമ്മിമെന്ന് അരച്ച ആ ഒരു ഇതിൽ തന്നെ കിട്ടും. നേരെ മറിച്ച് നിങ്ങൾ പൊടി മാത്രം ഇട്ടിട്ട് ഇങ്ങനെ പിന്നെ കല്ലുമ്മക്കായി ഉണ്ടാക്കാൻ നോക്കല്ലേ, അന്നേരം പിന്നെ നല്ല ആ ഒരു പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടൂല. ഇനി ഇതാ ഞാൻ കല്ലുമ്മക്കായി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നിറക്കുന്നുണ്ട്. കണ്ട നല്ല ഇറച്ചിയുണ്ട് ഇന്നത്തെ കല്ലുമ്മക്കായ്ക്ക്. ഞാൻ മിഞ്ഞാന്ന് വാങ്ങിയ കല്ലുമ്മക്കായ്ക്ക് ഇത്ര ഇറച്ചിയില്ലേനു, പിന്നെ ഇന്ന് വാങ്ങിയ കല്ലുമ്മക്കായ്ക്ക് നല്ല ഇറച്ചിയുണ്ട്. ഞാനധികം ഇപ്പോൾ സഫാരി തന്നെയാണ് കേട്ടോ വാങ്ങൽ. അവിടെ പോയാൽ നല്ല കല്ലുമ്മക്കായ് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നിൽക്കുന്ന ഒരിക്കലും ഇപ്പോൾ കല്ലുമ്മക്കായ് വേണമെന്നുണ്ടെങ്കിൽ സഫാരി പോയിട്ട് നോക്കിയാൽ മതി. പിന്നെ ദുബായ് മാർക്കറ്റിൽ പോയാലും നല്ല കല്ലുമ്മക്കായ് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ കല്ലുമ്മക്കായിൽ അടുപ്പത്താക്കി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കല്ലുമ്മക്കായിനെ കൊണ്ട് ഞാൻ ചോറ് വെക്കുന്നുണ്ടെന്ന്. പിന്നെ മാരഫ്കാക്ക് പിറ്റേന്ന് ചോറ് എന്തായാലും കൊണ്ടുപോകണം, അതുകൊണ്ട് ഞാൻ ഏതായാലും കല്ലുമ്മക്കായിനെ കൊണ്ട് തന്നെ ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ തൽക്കാലം ഉണ്ടാക്കുന്നില്ല. പിന്നെ എനിക്ക് വേറെ ഒരു സ്ഥലത്ത് പോകാനുണ്ടേനു, അതായത് ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഓൾ പുതിയ റൂം എടുത്തിന്, അപ്പോൾ അടുത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തേക്ക് ഞാനും മക്കളും പോകാനാണ്. പിന്നെ അടുപ്പത്താക്കിയ കല്ലുമ്മക്കായെല്ലാം ഞാൻ പിന്നെ വെന്തിട്ട് പിന്നെ അത് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ശേഷമാണ് പിന്നെ ഇങ്ങോട്ടേക്ക് നമ്മൾ വന്നത്. അങ്ങനെ ഇത് നമ്മൾ ഓളെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി റൂമേനു. ആദ്യം പഴയ റൂം പിന്നെ നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ്, പക്ഷേങ്കിൽ ഇത് അതിൻ്റെ കുറച്ച് അങ്ങോട്ടായിട്ട് അങ്ങനെയാണ് ഓളിപ്പോൾ താമസിക്കുന്നത്. അങ്ങനെ ഇവിടെ കുറച്ച് നേരം നിന്ന് പിന്നെ ഓളായിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് ഓൾ വിടുന്നേ ഇല്ലേനു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് പണിയെല്ലാം ബാക്കിയുണ്ടല്ലോ, പിന്നെ അതുമല്ല എനിക്ക് ഷോപ്പിലും പോണേനു, എനിക്ക് കൈക്കിടുന്ന ഒരു കവറെല്ലാം വാങ്ങണേനു. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് പിന്നെ ഷോപ്പിലെല്ലാം പോകണം. പിന്നെ ഇപ്പം മരിബാങ്ക് കുറച്ച് നേരത്തെ തന്നെ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നിനി. അങ്ങനെ കൂടുതൽ നിന്നിട്ടൊന്നുമില്ല. പിന്നെ റൂമെല്ലാം ഒന്ന് മൊത്തം കണ്ട് നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് നല്ലോണം ഇഷ്ടമായി. അങ്ങനെ ഇതാ ഓള് ജ്യൂസെല്ലാം ഉണ്ടാക്കി. പിന്നെ നമ്മൾ ജ്യൂസെല്ലാം കുടിച്ച് ജ്യൂസ് കുടിച്ച ഉടനെ ഇറങ്ങിനി. പിന്നെ കൂടുതൽ നിന്നിട്ടൊന്നുമില്ല. ബാങ്ക് കൊടുക്കുന്ന ഇത് പിന്നെ മക്കൾക്ക് ഓൺലൈൻ ക്ലാസ്സെല്ലാം ഉണ്ട്, മദ്രസ ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് പിന്നെ നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിനി. ഇതാണ് ഓളെ ഹസ്ബൻഡ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ ഷോപ്പിലേക്കാണ് പോയത്. പിന്നെ മോൻ അതിൻ്റെ ഇടയ്ക്ക് കളിക്കാനും പോയി. പിന്നെ ഞാനും സിയും കെൻസിയാണ് ഷോപ്പിലേക്ക് പോയത്. അപ്പോൾ ഇത് നെസ്റ്റോൻ്റെ ഓപ്പോസിറ്റാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ അധികം ഈ കൈക്കിടുന്ന കവറ് മടിക്കൽ. പിന്നെ നല്ല കയ്യുറെല്ലാം കിട്ടും ഇവിടുന്ന്, അതുകൊണ്ട് ഞാൻ ഇവിടുന്നാണ് വാങ്ങിയത്. പിന്നെ ഇവിടുന്ന് 1 ദിറംസ് മുതൽ 20 ദിറംസ് വരെയാണ് സാധനം. അപ്പോൾ പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെലക്ഷനെല്ലാം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങുന്നത്. പിന്നെ ഇവിടെ വന്നേരം പിന്നെ എനിക്ക് നല്ല കയ്യുറൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഒരു ബ്ലാക്ക് കിട്ടിനേനു, അത് നമ്മൾ അബായൻ്റെ എല്ലാം അബായലിടുന്ന സമയത്ത് ഇടാൻ പറ്റിയ അങ്ങനത്തെ ഒരു ഇതാണ് കിട്ടിയത്. ഈ ഒരു കവറാണ് കിട്ടിയത്. ഇത് പിന്നെ ഞാൻ സാധാരണ കുക്ക് ചെയ്യുന്ന സമയത്തിൽ ഇടുന്നില്ല, അതുപോലത്തെ അല്ല, ചെറിയൊരു മാറ്റമുണ്ട്. പക്ഷേങ്കിൽ ഇത് ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ വിചാരിച്ച് ഏതായാലും അബായ ഇടുന്ന സമയത്തെല്ലാം നമ്മൾ കൈയെല്ലാം കാണൂല, അപ്പോൾ ആ സമയത്ത് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊന്നും കിട്ടാത്തതുകൊണ്ട് വേഗം തന്നെ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയേനെ. പിന്നെ സിയാൻ്റെ ഇടയ്ക്ക് ഓക്ക് ഇഷ്ടപ്പെട്ട ഓരോ ഡ്രസ്സെല്ലാം ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ഷോപ്പിൽ കയറിയിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ബാങ്ക് കൊടുത്തു, ബാങ്ക്. അതുകൊണ്ട് പിന്നെ നമ്മൾ വേഗം തന്നെ ഇറങ്ങിയിന്. പിന്നെ ഓള് നോക്കിയ ഡ്രസ്സൊന്നും എടുക്കാൻ നിന്നിട്ടില്ല, പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിന്. പിന്നെ മരിബ് നിസ്കാരമൊക്കെ അള്ളാവില്ല, അത് പഠിച്ചിട്ട് പിന്നെ വേഗം തന്നെ റൂമിലേക്ക് എത്തി. പിന്നെ വൈകുന്നേരം ചായ ഒന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല, ഞാൻ ഈ ഒരു അവക്കാഡോ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇത് എനിക്ക് പച്ചയായിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞാൻ ജ്യൂസ് അടിക്കുന്ന സമയത്ത് പകുതി എൻ്റെ വായിലായിരിക്കും ഉണ്ടാകാൻ. അങ്ങനെ ഇതാ ജ്യൂസ് അടിക്കലാന്ന്. പിന്നെ കുറച്ച് ഏലക്കാൻ്റെ പൊടി ഇട്ടോ, നല്ല ടേസ്റ്റാണ് ഇത് അടിക്കുന്ന സമയത്ത്, നല്ല ഫ്ലേവർ കിട്ടും. അങ്ങനെ ജ്യൂസെല്ലാം കുടിച്ച് പിന്നെ എന്താ പറയുക, മരിബ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ കല്ലുമ്മക്കായൻ്റെ ചോറ് ഉണ്ടാക്കണമല്ല. അങ്ങനെ ഇതാ കല്ലുമ്മക്കായൻ്റെ ചോറെല്ലാം വേഗം തന്നെ ഉണ്ടാക്കി. പിന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചോറ് നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം.
ഇനി കല്ലുമ്മക്കായ് പൊരിക്കണം. അപ്പോൾ കല്ലുമ്മക്കായിൻ്റെ തോടെല്ലാം മോന് കളഞ്ഞു വെച്ച് തന്നിട്ടുണ്ട്. ഇത് ഞാൻ കല്ലുമ്മക്കായിൻ്റെ തോടെല്ലാം കളഞ്ഞു വെച്ചിരുന്ന് പറയുന്നേരം പിന്നെ ഓ പറഞ്ഞതാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് പറയട്ടെ, അല്ലാണ്ട് എല്ലാവരും പേർക്കും ഉമ്മ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓന് പിന്നെ ക്യാമറേൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞതാണ്. അങ്ങനെ ഏതാ കല്ലുമ്മക്കായെല്ലാം പൊരിക്കാനിട്ട് പിന്നെ ഏതാ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കയറ്റി വെച്ച്. പിന്നെ കല്ലുമ്മക്കായെല്ലാം വേവിച്ചിട്ട് അങ്ങനെ ഫ്രണ്ടിൻ്റെ റൂമിലെല്ലാം പോയോണ്ട് പിന്നെ വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല. വന്നിട്ട് കല്ലുമ്മക്കായൻ്റെ ചോറ് വെക്കാനും വലിയ പണിയൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് വേഗം തന്നെ കിച്ചണിൽ ഇറങ്ങിയിട്ട് എല്ലാ പണിയും എടുത്തുകൊണ്ട് വേഗം തന്നെ പണി ഒരുങ്ങി. അല്ലെങ്കിൽ ഞാൻ സാധാരണ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് പിന്നെ നിസ്കാരം പൈന്ന് എണീക്കൽ. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയ്ക്ക് മോളെന്തെല്ലോ വർക്കെല്ലാം ചെയ്യുന്നുണ്ട്, സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള എന്തെല്ലോ വർക്കാണ്. അങ്ങനെ മഗ്‌രിബിക്കെത്തി പിന്നെ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്ന്. അപ്പോൾ ഈ ഒരു കല്ലുമ്മക്കായ് ഇതുപോലെ നിങ്ങൾ മസാല വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അരിയിലിങ്ങനെ മസാല ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്